പപ്പടം അങ്ങ് ചേർത്തപ്പോഴത്തേക്കും നല്ല തോരൻ്റെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ നമസ്കാരം. ഇന്ന് മേരിയമ്മച്ചിയുടെ ഒരു സ്പെഷ്യൽ വിഭവമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. സ്പെഷ്യൽ എന്ന് പറയുമ്പം അധികം പേരൊന്നും കേട്ടിട്ടുണ്ടാകാൻ സാധ്യതയില്ല. കാരണം നമ്മളെല്ലാവരും പപ്പടം ഉപയോഗിക്കുന്ന പപ്പടം ചോറിൻ്റെ കൂട്ടത്തിലൊക്കെ പപ്പടം ഉപയോഗിക്കും. പക്ഷേ ഈ പപ്പടം വെച്ചിട്ടൊരു തോരനാണ് ഇന്ന് അമ്മച്ചി ഉണ്ടാക്കുന്നത് അല്ലേ? അതെ. അമ്മച്ചി പപ്പടം തോരൻ മാത്രമല്ല പപ്പടം അച്ചാറ്, പപ്പടം കറി ഒക്കെ ഉണ്ടാക്കും. പക്ഷെ ഇന്ന് നമ്മൾ ചെയ്യുന്നത് പപ്പടം തോരൻ അല്ലേ? അതിന് എത്ര പപ്പടം നമ്മൾ എടുത്തിരിക്കുന്നത്? അതിന് 4 പപ്പടം എടുത്തേക്കുന്നത്. 4 പപ്പടം. അപ്പം പപ്പടം ഉപയോഗിച്ച് ഇങ്ങനെ ഒരു ഉപയോഗം ഉണ്ടെന്നുള്ളത് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാം. എളുപ്പത്തിൽ ഉണ്ടാക്കാം. എത്ര സമയം വേണ്ടി വരും? അധികം സമയം വേണ്ട. ഇതിന്റെ ഈ തേങ്ങയൊക്കെ ചുരണ്ടിയെടുത്ത് ഇതൊന്ന് അരയ്ക്കുന്ന താമസമുള്ളൂ. പപ്പടം കാച്ചാൻ അധികം സമയം വേണ്ടല്ലോ. അപ്പൊ ഇനി മുതൽ എന്തായാലും പപ്പടം എല്ലാ വീട്ടിലുണ്ടാകും. പപ്പടം കാച്ചി അതെ ചോറിന്റെ കൂട്ടത്തിൽ കഴിക്കുന്നതിനൊക്കെ പകരമായിട്ട് ഒരു പപ്പടം തോരൻ വെച്ച് ഇനി മുതൽ നമുക്ക് ഉണ്ടാക്കാം അല്ലേ? ഓക്കെ. അമ്മച്ചി, ഇപ്പൊ നമ്മൾ ആദ്യം എന്നാ ചെയ്യുമ്പോൾ ആദ്യമായിട്ട് പപ്പടം കാച്ചി കാണാം. എണ്ണ ഒഴിക്കണ്ടേ? എണ്ണ ഒഴിക്കണം. ചട്ടി ഒന്ന് ചൂടായിക്കോട്ടെ. ചൂടായിട്ട് ഒഴിച്ചാൽ മതി അല്ലേ? അതെ. പപ്പടം കാച്ചുന്ന എങ്ങനെയാണെന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. എല്ലാവർക്കും അതെ എല്ലാവർക്കും അറിയാം. എന്നാലും പാത്രം വെച്ച് എണ്ണ ഒഴിച്ച് പപ്പടം അതിനകത്തേക്കിടെ ചൂടായി കഴിയും. അതെ. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിനി പപ്പടം ഇടാം. ശരിക്കും ഈ പപ്പടം കാച്ചുന്ന കാണുമ്പോൾ തന്നെ ഒരു അല്ലേ, ഒരു ചെറിയ കാലഘട്ടം മുതലേ ഉള്ള ഒരിതാണല്ലോ പപ്പടം ഇങ്ങനെ അത് കൊമളച്ച് വരുന്നതും. അതെ, പപ്പടം നല്ല തീക്കനലിൽ ചുട്ട് കഴിക്കാം. പക്ഷെ ഗ്യാസിലൊന്നും വെച്ചാരും തീക്കനല് ഉണ്ടാക്കല്ലേ. ഗ്യാസ് അല്ല, തീക്കനലല്ല പറഞ്ഞ പപ്പടം കാച്ചരുത്. കാരണം ഉണ്ടല്ലോ ഗ്യാസൊക്കെ അത്ര നല്ലതല്ല. പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട് ചിലരൊക്കെ ഇങ്ങനെ ഗ്യാസിലോട്ട് കാണിച്ചിട്ട് പപ്പടം കാച്ചുന്നത്. ഒരിക്കലും ശരിയല്ലത്. പപ്പടം അടുപ്പേ ചുട്ടെടുക്കാൻ. ഈ പപ്പടം ഇങ്ങനെ വറുത്ത് വെക്കുന്ന കാണുമ്പോഴേ എടുത്ത് പറഞ്ഞാൽ കറുമുറ കഴിക്കാൻ തോന്നുന്നുണ്ടോ? കാരണം എടുത്ത് കഴിച്ചു, കുഴപ്പമില്ല. എല്ലാം നല്ല ചൂടാ. ഒരു സ്വല്പം ഉണ്ടല്ലോ ഇങ്ങനെ ഒരു ചെറിയൊരു ബ്രൗൺ കളർ പപ്പടം കാച്ചുമ്പം വരുന്നതാണ് ഒരു രുചി കിട്ടുന്നു. ഇതിപ്പോൾ നമ്മളുണ്ടാക്കുന്ന ഈ പപ്പടം തോരന് എത്ര പപ്പടം വേണ്ടി വരും? ഇതിന് ഞാൻ 4 എണ്ണം എടുക്കുന്നുള്ളൂ. 4 എണ്ണം. കുറച്ചങ്ങ് കൂടുതൽ കാച്ചി വെക്കുന്നുള്ളൂ. അതെ, അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഷിനോയെ പോലെ ഒക്കെ ഉള്ളവർക്കേ ഇടയ്ക്കൊക്കെ ഒന്ന് കടിക്കാൻ കറുമുറ 4 എണ്ണം വെക്കണം കേട്ടോ. അത്ര ഞാൻ അതിനുള്ള തേങ്ങയൊക്കെയാണ് എടുത്തേക്കുന്നത്. നമ്മുടെ അവസാനത്തെ പപ്പടം കഴിഞ്ഞു. അയ്യോ സോറി, ഇതേണ്ട അവസാനം കഴിഞ്ഞ് കിട്ടുന്നതാ. അവസാനം അത് അമ്മച്ചിക്ക്. ഇനിയിപ്പോൾ നമ്മൾ അരപ്പ് അരച്ചുകൊണ്ട് വരാം. ഇതൊരു അരമുറി തേങ്ങ മിച്ചമുണ്ട്. കുറച്ച് കാന്താരി, ചുവന്നുള്ളി 4 എണ്ണം, ഒരേതിൽ കറിവേപ്പില. ഇതെല്ലാം അരച്ചുകൊണ്ട് വരാം. അരച്ച് കഴിഞ്ഞിട്ട് ബാക്കി കാര്യം. ഓക്കെ. എല്ലാം നല്ല കണ്ടീഷനായിട്ട് അരച്ചുകൊണ്ട് ഇത് അമ്മിക്കല്ലേലേ ഇതെന്ന് പറഞ്ഞാൽ ഇത് നല്ല ഒതുക്കി എടുക്കാന്ന് പറയും. അരച്ചില്ല, ഒതുക്കി. മിക്സിയിലാണെങ്കിൽ നമുക്ക് അത്രയും പറ്റത്തില്ലേ. ഉള്ളിയൊക്കെ നല്ലപോലെ അരയണ്ട, ഒരുമാതിരി ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി ഇതുപോലെ. ഇനി ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ശരിക്കൊന്ന് മിക്സ് ചെയ്യണം. കുറച്ച് മതി. ഓക്കെ. ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ടല്ല, മഞ്ഞൾപ്പൊടി, കാന്താരി എല്ലാം. ഇതാണ് അതിൻ്റെ അരവിൻ്റെ കണക്ക്. അതെ. സ്വല്പം വെളിച്ചെണ്ണ, കടുകൊക്കെ ഒന്ന് പൊട്ടിച്ച് ഉള്ളിയൊക്കെ ഒന്ന് മൂപ്പിക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ മതി. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ കടുക് പൊട്ടിക്കുക, ഉള്ളി ഒന്ന് വഴറ്റുക. ചെറിയ ഉള്ളി അല്ലേ? ചെറിയ ഉള്ളി.
ഉള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് എത്ര ചെറിയ ഉണ്ടാവും? ഇത് രണ്ട് ഉള്ളി, രണ്ട് മുഴുത്ത ഉള്ളിയാണ്, 2 ഉള്ളൂ. പപ്പടം തോരൻ നല്ല ടേസ്റ്റാണോ ചേച്ചി? നല്ല ടേസ്റ്റാണ്. ആണോ? പപ്പടത്തിൻ്റെ ടേസ്റ്റാണോ അതോ? അതെല്ലാം ഈ തേങ്ങ അരപ്പിൻ്റെ ഇതൊക്കെ ചേരുവകളും എല്ലാം കൂടെ കൂടി വരും. ഇനിയിപ്പോൾ നമുക്ക് കറിവേപ്പിലിട്ട് അരപ്പെല്ലാം കൂടെ ഇടുക. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും അല്ലേ? സിമ്പിളായിട്ട് ഉണ്ടാക്കാം. അതൊക്കെ ഈ അരപ്പൊന്ന് നല്ലപോലെ ഒന്ന് വേവണം. ഇത് അരപ്പൊക്കെ മൂത്ത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഈ പപ്പടം പൊടിച്ച് കൈകൊണ്ട് പൊടിച്ച് നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കുക. അങ്ങനെ പപ്പടം വേണം ഞാൻ പൊടിച്ചു തരാം. മറ്റേ പപ്പട പൊടി ഇങ്ങനെ വെച്ച് പൊടിച്ച് തിന്നുവരുന്നു. അതെ, നന്നായിട്ട് പൊടിക്കണം. ഒന്ന് പൊടിച്ചു. അതോ പീസ് ഇങ്ങനെ കിടക്കണോ? പീസ് അത് കുഴപ്പമില്ല. ഒരെണ്ണം കൂടെ അവിടെ ഇരിക്കട്ടെ. എനിക്ക് പപ്പടം തിന്നണം. നന്നായിട്ട് പൊടിക്കണോ? പൊടിച്ചു. മതി. ഓക്കെ, നമുക്കിത് ഇതിനകത്തേക്ക് ചേർക്കുക. പപ്പടം പൊടിച്ച് ചേർത്തു. പപ്പടം അങ്ങ് ചേർത്തപ്പോഴത്തേക്കും നല്ല തോരൻ്റെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഏകദേശം റെഡി ആയെന്ന് എനിക്ക് തോന്നുന്നു. റെഡിയായി അല്ലേ? അതെ, റെഡിയായി. ഇതാണ് ഷിനോയി. നമുക്ക് അതിൻ്റെ ഉപ്പും രുചിയൊക്കെ നോക്കിയാലോ? നോക്കിയേക്കാം. കുറച്ച് മതി മച്ചി. ചോറിൽ കൊടുത്ത് തിന്നാം. അതെ, ചൂടാറട്ടെ. എന്തായാലും ഇത് അതിൻ്റെ കിടപ്പൊക്കെ കാണാൻ നല്ലതാട്ടോ. നല്ലതാണ്. കാരണം പപ്പടം അങ്ങനെ പൊടിഞ്ഞ് കിടക്കുന്നു, കറിവേപ്പില ഇങ്ങനെ കിടക്കുന്നു അല്ലേ? തേങ്ങ വേറൊരു വശം കിടക്കുന്നു. അതെ, ചൂടാണെങ്കിലും കഴിക്കാം. ആദ്യമായിട്ട് കഴിക്കുമല്ലേ? ആദ്യമായിട്ട് കഴിക്കാം. അടിപൊളിയാണ്. എളുപ്പത്തിലുണ്ടാക്കാവുന്ന ഒരു തോരൻ, പപ്പടത്തോരൻ. ശരിക്കും നമ്മൾ മറ്റു തോരനൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ, പക്ഷെ തേങ്ങ നമ്മൾ ഒത്തിരി അരയാതെ നോക്കണം. എന്നാൽ ശരി ഒരുമാതിരി ഒന്ന് അരയുകയും ചെയ്യണം. ഇത് കല്ലേലാകുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ ഒതുക്കിയെടുക്കാന്ന് പറയും. അത്രയും ചെയ്യുന്നേ ഉള്ളൂ. നമ്മളെപ്പോഴും പയറും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം തോരൻ വെക്കുന്നു എന്ന് പറഞ്ഞ വ്യത്യസ്തമായിട്ട് പപ്പടം കൂടെ ഇട്ടിട്ട്. അതെ, പയറുന്നവരനൊക്കെ അരയ്ക്കുന്ന മാതിരി അരച്ചാൽ മതി. അതല്ല, ഇപ്പൊ ഈ നോമ്പിന്റെ ഒക്കെ സമയമായതുകൊണ്ട് അതെ, ഇതൊരു കറിയാണ്. അതെ, ഇത് ഇച്ചിരി മോര് കറിയൊക്കെ ഉണ്ടെങ്കിൽ ചോറുണ്ണാം. നല്ല സൂപ്പറാണ്. അപ്പം എല്ലാവർക്കും ധൈര്യമായിട്ട് ഉണ്ടാക്കി കഴിക്കാം. സൂപ്പർ പപ്പടം തോരൻ എന്ന് പറയുമ്പം അത് അരപ്പിൻ്റെ കൂട്ടത്തിൽ പപ്പടം ഇങ്ങനെ കിടക്കും. അതെ, പപ്പടം ഇങ്ങനെ കിടക്കും. അടിപൊളിയായിട്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മളെല്ലാ ദിവസവും പയറ് തോരനും അങ്ങനെയുള്ള തോരനൊക്കെ ഇടയ്ക്കൊന്ന് മാറ്റിയിട്ട് ഒരു പപ്പടം കൂടെ അങ്ങ് പൊടിച്ചിട്ട് തോരൻ വെക്കുക. പിന്നെ പ്രത്യേകം ഒന്ന് പറയാനുള്ളത് എന്നാന്ന് വെച്ചാൽ പപ്പടത്തിന്റെ ഉപ്പ് നോക്കി അനുസരിച്ച് വേണം നമ്മൾ ഇതിന്റെ തേങ്ങ അരച്ചതിനൊക്കെ ഉപ്പ് ചേർക്കാൻ. കുറച്ച് ചേർക്കാവുള്ളൂ. പപ്പടത്തിന്റെ ഉപ്പോടെ ഇതിനോട് യോജിക്കുമല്ലോ, അത് അത്രയൊന്ന് കരുതണം. ഒരു 4-5 പപ്പടം ഉണ്ടെങ്കിൽ പെട്ടെന്ന് അത്യാവശ്യം ആൾക്കാർക്ക് കഴിക്കാനുള്ള കറി ഉണ്ട്. ഓക്കെ, അപ്പോൾ നല്ല സൂപ്പർ ഐറ്റമാണ്. തീർച്ചയായിട്ടും പരീക്ഷിച്ച് നോക്കണം അല്ലേ മച്ചി? അതെ, തീർച്ചയായിട്ടും. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും ഒരു ബൈ.